രാവിലെ തന്നെ അമ്മ അമ്പലത്തിൽ പോയിട്ടോ. എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടോ പോയത്. ഞങ്ങൾക്ക് പുളിയോഗര ചോറാട്ടോ ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങൾ പുളിയോഗര ചോറും ഇന്നലത്തെ ചിക്കൻ കറിയും കൂട്ടി ചോറൊക്കെ കഴിച്ചിട്ട് നേരെ തറവാട്ടിലേക്ക് വിട്ടുട്ടോ. മേലെ തന്നെ കേട്ടോ തറവാട്. അച്ഛമ്മനെ കാണാൻ വേണ്ടി പോവാണേ. അങ്ങനെ ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അച്ഛമ്മ മുടിയൊക്കെ ചെയ്ത് വാതിൻ ചോട്ടിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. തേജ് വേഗം തന്നെ അകത്ത് കയറി കാലുമ്മ കാലം കയറ്റി വെച്ച് കസാരയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്ന് അച്ഛമ്മൻ്റെ അടുത്തേക്ക്. പിന്നെ ഞാൻ അച്ഛമ്മനെ മുടിയൊക്കെ അങ്ങോട്ട് ചീവി കൊടുത്തു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര നീളാട്ടോ മുടിക്ക്. അന്നും ഇന്നും മുടിക്ക് ഒരു നീളത്തിന് ഒരു കുറവില്ല കേട്ടോ. ഈ പ്രായത്തിൽ മുടി പോയെന്നുള്ള സങ്കടം കേട്ടോ മുപ്പത്തിയാർക്ക്. പിന്നെ ഞാൻ മുടിയൊക്കെ ചിക്കരയ്ക്ക് മെടഞ്ഞു കൊടുത്തിട്ടോ. നല്ല രസമുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ എനിക്ക് മുടിയുള്ളത് ഇഷ്ടമല്ല. ബാക്കിയുള്ളവർക്ക് മുടിയുള്ളത് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഴിക്കോട്ടിൽ നിന്ന് തേജും അമ്മയും കൂടി മുട്ട എടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വരുന്നത് കേട്ടോ അമ്മ ഇങ്ങനെ ഓരോ മുട്ട ഇങ്ങനെ എടുത്തെടുത്ത് വെക്കും കേട്ടോ. പോകുമ്പോൾ തന്നു വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ ഓരോ മുട്ട ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരുന്നു കേട്ടോ അമ്മ. അതൊക്കെ കഴിഞ്ഞപ്പോൾ അമ്മ താഴെ പോയിട്ട് കാപ്പി പറിക്കുന്നുണ്ട് കേട്ടോ. അമ്മ ഇങ്ങനെ വെറുതെ ഇരിക്കാറേ ഇല്ല കേട്ടോ. ഓരോ പണി ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കും കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കാപ്പി ഉണക്കുമ്പോൾ തേജു ഇങ്ങനെ ഓരോ വികൃതി കാണിക്കട്ടോ. ഓരോന്ന് ഇങ്ങനെ കളയാട്ടോ. പിന്നെ അമ്മ വിളിച്ചപ്പോൾ താഴേക്ക് ഞങ്ങൾ പോയി. അമ്മ അമ്പലത്തിൽ നിന്ന് അന്നദാനമൊക്കെ കൊണ്ടുവന്നിരുന്നു കേട്ടോ. അതൊക്കെ ഞങ്ങൾ കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയി കാണാം.